സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഫെയ്ത്ത് ടുഡേയുടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് എന്താണ്? ഫെയ്ത്ത് ടുഡേ, ഇന്നത്തെ വിശ്വാസം. എന്താണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്? യേശുവിന്റെ കൂടെ നാം ആരാണ്? നമ്മളെല്ലാവരുമാണ്, അല്ലേ? കത്തോലിക്കരുണ്ട്, പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്, യാക്കോബക്കാരുണ്ട്. യാക്കോബക്കാർ വാസ്തവത്തിൽ പ്രൊട്ടസ്റ്റന്റുകാരല്ല കേട്ടോ. കത്തോലിക്കരും യാക്കോബക്കാരും വേറൊരു ഇതാണ്. ബാക്കിയുള്ളവരെല്ലാം പ്രൊട്ടസ്റ്റന്റ് എന്ന് വിളിക്കാം. ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഹല്ലേലൂയ. യാക്കോബക്കാർ ഞങ്ങൾ പ്രൊട്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ വിരോധമൊന്നുമില്ല. ഹല്ലേലൂയ. പക്ഷെ സത്യം തിയോളജി അല്ല, സത്യാവസ്ഥ പറഞ്ഞാൽ അങ്ങനെയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ നാം എന്തിനാണ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ 10 മണി വരെ ഒന്നിച്ചു കൂടുന്നത്? ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ, അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ, ടു അലൈൻ അവർ ലൈഫ്സ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗാഡ്. 60 മിനിറ്റ് നേരം, 4 ഭാഗങ്ങൾ. ഭാഗം 1 കഴിഞ്ഞു, ഒരു പ്രാർത്ഥന, ഒരു നല്ല പാട്ട്, അല്ലെ? ഭാഗം 2 ഒരു കോട്ടബിൾ കോട്ട്, പറഞ്ഞത് ജോൺ ഓസ്റ്റീൻ എന്ന് പറയുന്ന വലിയ ദൈവദാസൻ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദ ചർച്ച് ഈസ് നോട്ട് എ മ്യൂസിയം ടു ഡിസ്പ്ലേ പെർഫെക്റ്റ് പീപ്പിൾ ബട്ട് എ ഹോസ്പിറ്റൽ ഫോർ ദ ഹർട്ടിങ് പീപ്പിൾ. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ, ക്രിസ്തീയ ദൈവാലയം എല്ലാ കാര്യത്തിലും വിശുദ്ധരായവരുടെ പ്രദർശനശാലയല്ല, മറിച്ച് മുറിവേറ്റവർക്കുള്ള, കരയുന്നവർക്കുള്ള അഭയസ്ഥാനം, ചികിത്സാലയമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യം. അദ്ദേഹം അതുപോലെ ജീവിച്ചു കേട്ടോ. ഹല്ലേലൂയ. ക്രിസ്തീയ ചർച്ച്, ഓക്കെ, ക്രിസ്തീയ സഭ, ക്രിസ്തീയ ദൈവാലയം. അവിടെ പള്ളി വരുന്നവര് വന്നു കഴിഞ്ഞു, ചില ദൈവാലയം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അവിടെ വരുന്നവരെല്ലാവരും ഭക്തരും വിശുദ്ധരും തികവുള്ളവരുമാണെന്ന് ആരും പ്രതീക്ഷിക്കരുത്. അവിടെ വരുന്നത് മുറിവേറ്റവര്, കരയുന്നവരുടെ ഒരു പ്രദർശനശാലയാണ്. ഭാഗം 3 വചനധ്യാനം നമ്മൾ പഠിക്കാം. വിഷയം വിജയ ജീവിതത്തിന് അത്യാവശ്യമായ ചില ഘടകങ്ങൾ. വിജയ ജീവിതത്തിന് അത്യാവശ്യമായ 4 ഘടകങ്ങൾ. ഇത് ഏതൊരു വിശ്വാസിയെയും സഹായിക്കും. കത്തോലിക്കരെ സഹായിക്കും, യാക്കോബക്കാരെ സഹായിക്കും, പ്രൊട്ടസ്റ്റന്റുകാരെ സഹായിക്കും. ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരു വ്യക്തിയും യേശുവിന്റെ വചനം പഠിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിക്കും ഇത് സഹായകരമായിരിക്കും. 4 ഘടകങ്ങൾ. ഘടകം നമ്പർ 1, യെശയ്യാവ് 35:1 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. 3 കാര്യങ്ങളോട് പറയുകയാണ്. 1, മരുഭൂമി എന്ന് പറഞ്ഞാൽ വെള്ളമില്ല. 2, വരണ്ട നിലം, വേസ്റ്റ് ലാൻഡ്, അവിടെ ഒന്നും കിളിക്കത്തില്ല. 3, നിർജ്ജന പ്രദേശം, നോ ഹ്യൂമൻ ബീയിങ്, അവിടെ മനുഷ്യരാരുമില്ല. ഹല്ലേലൂയ. 3ന്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ലാത്തതാണ് കാരണം, അല്ലെ? അതിന് പ്രധാന ഘടകം. അത് അങ്ങനെയുള്ള സ്ഥലം ഉല്ലസിക്കും. ദൈവം വെള്ളം കൊടുക്കും. വെള്ളം, നദി, കുളം ഇതെന്നൊക്കെ പറയുന്നത് മിക്കയിടത്തും പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. വേറൊരു വാക്യം ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. നദിയല്ല, നദികൾ ഒഴുകും. ഹല്ലേലൂയ. എല്ലാ വിശ്വാസികളുടെയും, പാസ്റ്റർമാരുടെ അല്ല, പട്ടക്കാരുടെ മാത്രമല്ല, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ അല്ല, എല്ലാവരുടെയും. എന്നിട്ട് ഇത് എവിടാ ചെന്ന് വീഴുന്നത്? അറേബ്യൻ കടലിൽ അല്ല, ബംഗാൾ ഉൾക്കടലിൽ അല്ല, പിന്നെ എവിടെയാണ്? മരുഭൂമിയിൽ, വരണ്ട നിലത്ത്, നിർജ്ജന പ്രദേശത്ത് എന്ന് വീഴും. അപ്പോൾ പനിനീർ പുഷ്പം പോലെ പൂക്കും. പനിനീർ പുഷ്പം, ലില്ലി ഫ്ലവർ, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ലേ? വീടുകളുടെ മുറ്റത്തൊക്കെ നിൽക്കുന്നത്. അതുപോലെ പൂക്കും. ചെറുത് പക്ഷെ സൗന്ദര്യമുള്ളത്. ഹല്ലേലൂയ. ഇതാ യോവേലിന്റെ പുസ്തകം. അത് ഉല്ലസിക്കും. അത് പൂക്കും, ഉല്ലസിക്കും. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവുമായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും വർഷം ചെയ്യിച്ചു തരുന്നു. ഹല്ലേലൂയ. കേട്ടാട്ടെ, അല്ലേ? സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിക്കണം.
സന്തോഷിച്ചാൽ മാത്രം പോരാ, ഘോഷിച്ചുല്ലസിക്കണം. ഹല്ലേലൂയ. എൻ്റെ വരണ്ട നിലം, ഹല്ലേലൂയ, എൻ്റെ മരുഭൂമി, എൻ്റെ നിർജ്ജന പ്രദേശം ഇവിടെ പൂക്കും, ഉല്ലസിക്കും, ദൈവം വെള്ളം തരും. ഇതാ കേട്ടിട്ട് യെശയ്യാവിന്റെ പുസ്തകം 35 അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. തളർന്ന കൈകളെ ബലപ്പെടുത്തുവേൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. കേട്ടോ, പറയണം. ആര് പറയണം? നമ്മൾ പറയണം. ആരോട് പറയണം? മനോഭീതിയുള്ളവരോട്. 4-ാമത്തെ വാക്യം. എന്ന് വായിക്കണ്ട. എന്ന് പറവേൻ. മനോഭീതി. എന്തിന്റെ ഭീതിയാണ്? ഹല്ലേലൂയ. രോഗത്തെ പറ്റിയുള്ള ഭീതി, സഭ വലുതാകുന്നില്ല അതിനെപ്പറ്റിയുള്ള ഭീതി, പഠിക്കാൻ ബുദ്ധിയില്ല അതിനെപ്പറ്റിയുള്ള ഭീതി, ജോലിയില്ല അതിനെപ്പറ്റിയുള്ള ഭീതി, വിവാഹം നടക്കുന്നില്ല അതിനെപ്പറ്റിയുള്ള ഭീതി, ഒരു കുഞ്ഞില്ല അതിനെപ്പറ്റിയുള്ള ഭീതി, ഒരു ഡിവോഴ്സ് നടക്കാൻ പോകുന്നു അതിനെപ്പറ്റിയുള്ള ഭീതി, ഭയം ഉണ്ടാകുന്നു അതിനെപ്പറ്റിയുള്ള ഭീതി. അവരോട് പറയണം. എന്ത് പറയണം? പ്രത്യാശയുടെ വചനം പറയണം. ചിലരെപ്പോഴും നെഗറ്റീവായിട്ടാണ് പറയുന്നത്. എന്താ വല്ലാതെ കറുത്തിരിക്കുന്നേ, എന്താ വല്ലാതെ വിഷമിച്ചിരിക്കുന്നേ. ഞാൻ ലില്ലിയും കൂടെ യാത്ര കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഞങ്ങൾ ഡാർജിലിങ്ങിനും വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിങ്ങിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് സിലിഗുരി. അവിടുന്ന് ഞങ്ങൾ ഭൂട്ടാൻ്റെ ബോർഡറിൽ പോയി, ഇന്ത്യയുടെ ഭൂട്ടാൻ ബോർഡറിൽ പോയി. ഭൂട്ടാനിലോട്ട് നമുക്ക് കയറണമെങ്കിൽ നമുക്ക് വിസ ഇല്ല. അതുകൊണ്ട് ഭൂട്ടാനിലുള്ള വിശ്വാസികളോട് അവിടെ വന്നു, ഒന്നിച്ച് ഞങ്ങൾ ആരാധിച്ചു. അത് കഴിഞ്ഞ് വേറെ ചില ക്രിസ്ത്യൻ ലീഡേഴ്സിനെ കണ്ടു. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയുള്ള ബൈബിൾ കോളേജിലുള്ളവരെ പഠിപ്പിച്ചു. അത് കഴിയുമ്പോൾ വെച്ച് ഞങ്ങൾ അവിടെ ഒരു തേയിലത്തോട്ടമുണ്ട്, അവിടെയുള്ള ഒരു വലിയ സഭയുണ്ട്, നമ്മുടെ സഭ. അവിടെ പോയിട്ട് അവരോട് സുവിശേഷം പറഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം നേപ്പാളിൽ പോയി 2 മീറ്റിംഗ് നടത്തി. ചിലർ തലേന്നേ വന്നു, വളരെ ദൂരെയുള്ളവർ, 8-10 മണിക്കൂർ നടക്കേണ്ടി വന്നു. അവർ തലേന്നേ വന്നു. അവരോട് രാവിലെ ഒരു ബൈബിൾ ക്ലാസ് എടുത്തു, വൈകിട്ട് ഒരു ബൈബിൾ ക്ലാസ് എടുത്തു. എന്നിട്ട് അടുത്ത ദിവസം സിലിഗുരിയിലെ പാസ്റ്റർമാർക്ക് ഒരു ക്ലാസ് എടുത്തു. എല്ലാവരോടും ഞാൻ എന്തുവാ പറഞ്ഞ്? കർത്താവ് നിങ്ങളെ ശിക്ഷിക്കുമെന്നല്ല പറഞ്ഞത്, പ്രത്യാശയുടെ വചനം പറഞ്ഞു. തത്വശാസ്ത്രം പറയുകയല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറഞ്ഞു. നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം എവിടെയാണ്? പരിശുദ്ധാത്മാവ്. 6-ാമത്തെ വാക്യം ഞാൻ വായിക്കാം, വായിക്കണ്ട. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബംഗാൾ ഉൾക്കടലിലേക്കല്ല പോകുന്നത്, പിന്നെയോ മരുഭൂമിയിലേക്ക്, നമ്മുടെ വരണ്ട സ്ഥലത്തേക്ക്, നമ്മുടെ വരണ്ട ഹൃദയത്തിലേക്ക്, നമ്മുടെ വരണ്ട ഗർഭപാത്രത്തിലേക്ക്, നമ്മുടെ വരണ്ട പേഴ്സിലേക്ക്, നമ്മുടെ വരണ്ട കുടുംബജീവിതത്തിലേക്ക്. ഇതെല്ലാം വെള്ളിയെല്ലാം. ഹല്ലേലൂയ. എന്നിട്ട് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. മിണ്ടാത്തവന് സ്തോത്രം പറയുവാൻ ഇടയായി തീരണം. നാം പറയുന്നു, നമ്മളെന്തോ പറയുന്നു? ദൈവമേ നീ പ്രവർത്തിക്കണമേ. പക്ഷെ ദൈവം പറയുകയാണ്, നീ സംസാരിക്കുക. മനോഭീതി ഉള്ളവരോട് നീ സംസാരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മകളോട്, മരുമകനോട്, അമ്മാച്ചനോട്, അയലത്തുകാരോട്, അക്രൈസ്തവരോട്, അവരോട് നമ്മൾ സംസാരിക്കണം. ഹല്ലേലൂയ. മനോഭീതി ഉള്ളവരോട് നാം സംസാരിക്കണം. ഒരു മറുപടി വരും. എന്ന് പറയണം, എപ്പോൾ പറയണം, എപ്രകാരം പറയണം, നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. എപ്പോൾ പറയണം എനിക്ക് അറിഞ്ഞുകൂടാ, എന്ത് പറയണം എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. എപ്രകാരം പറയണം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദൈവം വെള്ളം പുറപ്പെടുവിക്കും നാം പറഞ്ഞുകൊണ്ടേയിരുന്നാൽ. സ്നേഹവാനായ പിതാവായ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങളുടെ ഡൽഹി ഓഫീസ് പണിയാൻ തുടങ്ങിയപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് അത് തടഞ്ഞു. അവർ തടഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും ചെയ്യാനൊക്കെ, അവർ വലിയ അവിടുത്തെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ വലിയ ആളാണ്. അയാൾ എതിർക്കുന്നവരെല്ലാം അടിക്കുന്നവരാണ്. അവരുടെ കൂട്ടുകാർക്കും അടികൊള്ളും, പക്ഷെ അവർ മറ്റുള്ളവരെ അടിക്കും. പോലീസെല്ലാം അവരുടെ കയ്യിലാണ്. അവൻ എന്തൊക്കെ പറഞ്ഞു, നിർത്തിയാട്ടെന്ന് പറഞ്ഞു. ഞാൻ നിർത്തിയിട്ടിരുന്നു. അതുവഴി ഞാൻ ഏകദേശം 3 വർഷം നടന്നല്ല, സ്കൂട്ടറിൽ പോകും. അതിനപ്പുറത്താണ് എൻ്റെ ഓഫീസ്. അതുവഴി പോകുമ്പോഴൊക്കെ ഈ 3 വർഷം ഞാൻ കൈ ഉയർത്തി പറഞ്ഞു, ഞാനിവിടെ ചർച്ച് പണിയും. ആ നേതാവ് എൻ്റെ ഒക്കെ പറഞ്ഞു, നീ തെക്കേ ഇന്ത്യയിൽ നിന്ന് വന്നാൽ ഇത് ഞങ്ങൾക്ക് തന്നും വെച്ച് പൊയ്ക്കാട്ടെ. ഞാൻ പറഞ്ഞില്ല, ഒന്നുകിൽ ദൈവം നിങ്ങളെ മാറ്റും, അല്ലെങ്കിൽ സർക്കാരിന്റെ നിയമത്തെ മാറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ തരത്തില്ല. സ്വർഗസ്ഥനായ ദൈവം, അവിശ്വസനീയമായ ഒരു ദിവസം ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. 4 വർഷമാണ് പറഞ്ഞത്.
4 വർഷം പറഞ്ഞു. അവസാനം ഞങ്ങൾ 86 ലക്ഷം രൂപയുടെ ഒരു ഓഫീസ് പണിതു. നിങ്ങൾ വിചാരിച്ചേക്കാം, ഈ 86 ലക്ഷം രൂപ കിട്ടിയാൽ എവിടുന്ന് കിട്ടി? ഒരാൾ തന്നാണ്. ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ദൈവദാസൻ തന്നാണ്. ഹല്ലേലൂയ. 86 ലക്ഷം രൂപയുടെ ഓഫീസും താമസ സ്ഥലം കൂടെ പണിതു. എങ്ങനെ? 4 വർഷം പറഞ്ഞപ്പോൾ നമ്മളും ഘോഷിച്ചു പറയണം, ഹല്ലേലൂയ പറയണം. ലില്ലിയുടെ കൈ പൊങ്ങത്തില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ പൊങ്ങത്തുള്ളായിരുന്നു. 35 ഡിഗ്രി, ഒരു 30 ഡിഗ്രിയെ പൊങ്ങത്തുള്ളായിരുന്നു കൈ ഇവിടുന്ന്. ലില്ലി എത്ര വർഷം ലില്ലി പറഞ്ഞതാണ്? 4 മാസം. 4 വർഷം പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ കൈ പൊങ്ങുന്നത് പോലെ തന്നെ എൻ്റെ കൈ പൊങ്ങും. എൻ്റെ കൈ പണ്ട് പൊങ്ങിക്കൊണ്ടിരുന്നത് പോലെ പൊങ്ങും. ഇപ്പൊ പൊങ്ങുന്നു. എങ്ങനെ? പറഞ്ഞപ്പോൾ നമ്മളും പറയണം. 4-ാമത്തെ വാക്യം കഴിയുമ്പോഴാണ് 5-6 വാക്യം. ഞാൻ വായിക്കട്ടെ 4-ാമത്തെ വാക്യം. മുഴങ്ങൾ മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ. പറഞ്ഞു കഴിയുമ്പോഴാണ് 5-6 വാക്യം. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. ഐ വിഷ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രിൻസിപ്പിൾ. നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയെങ്കിൽ നീ വിശ്വസിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പ്രാർത്ഥിച്ചു കഴിയുമ്പോഴല്ല, ഹല്ലേലൂയ, വേദപുസ്തകം വായിച്ചു കഴിയുമ്പോഴല്ല, PG പരീക്ഷ 1000 രൂപ വായിച്ചു കഴിയുമ്പോഴല്ല. ഇതൊക്കെ ചെയ്യണം. വേദപുസ്തകം വായിക്കണം, പരീക്ഷ വായിക്കണം, വേറെ ദൈവദാസന്മാരെ സഹായിക്കണം. പക്ഷേ ഇതൊക്കെ ഉപരിയായിട്ട് പറയണം. നിങ്ങളെ നോക്കി പറയണം, നിങ്ങളുടെ ശരീരത്തെ നോക്കി പറയണം, നിങ്ങളുടെ വീടിനെ നോക്കി പറയണം, നിങ്ങളുടെ ഭാര്യയെ നോക്കി പറയണം, നിങ്ങളുടെ മക്കളെ നോക്കി പറയണം, നിങ്ങളുടെ സഭയെ നോക്കി പറയണം. പറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കും. പ്രോത്സാഹനത്തിന് വാക്ക് പറയുമ്പോൾ അവർക്ക് പ്രത്യാശയുണ്ടാകുന്നു. ഹല്ലേലൂയ. നാം പറയുന്നത് ഐ ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ വിശ്വാസം അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല വേദപുസ്തകം പറയുന്ന ഹോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല. ബിബ്ലിക്കൽ ഹോപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടുകൂടിയുള്ള പ്രത്യാശ എന്നാണ് അർത്ഥം കേട്ടോ. 1 കൊരിന്ത്യർ 13:13 ഇങ്ങനെ പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. എന്നും നിലനിൽക്കുന്ന 3 കാര്യമാണ്. 1 വിശ്വാസം, 2 പ്രത്യാശ, ഹോപ്പ് എന്ന് സംഭവിക്കും. പിന്നീടാണ് സ്നേഹം. ഇതിന് നടുക്കിതുണ്ടായിരിക്കണം. വിശ്വാസത്തെയും സ്നേഹത്തെയും തമ്മിൽ ഘടിപ്പിക്കുന്ന ഒരു പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ മകളുടെ വിവാഹത്തെപ്പറ്റി ഒരു പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ മകൻ്റെ ജോലിയെപ്പറ്റി ഒരു പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ സഭ വളരുന്നതിനെ പറ്റി ഒരു പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾ പ്രത്യാശ ഉള്ളവരായിരിക്കണം, പ്രത്യാശ കൊടുക്കുന്നവരായിരിക്കണം. അതാ പറഞ്ഞ പറയുവേൻ. നിങ്ങളെ നോക്കി പറയുവേൻ, നിങ്ങളുടെ ജോലിയെ നോക്കി പറയുവേൻ, നിങ്ങളുടെ പേഴ്സണെ നോക്കി പറയുവേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെയുള്ള ആശ, അതാണ് പ്രത്യാശ. സന്തോഷത്തോടുകൂടെയുള്ള, അതാ പ്രത്യാശ. ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു. വിചാരിച്ചാട്ട് ഒരു മനുഷ്യൻ ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. വർഷത്തിലൊരിക്കൽ വരും. ഒരെഴുത്ത് വന്നു, അടുത്ത ജൂലൈ 13 2 മാസം കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ വരും. ഹല്ലേലൂയ. ഭാര്യയുടെ മുഖത്തൊരു കള്ളച്ചിരി വരും അല്ലേ? നല്ല ഭാര്യയാണെങ്കിൽ വരുമല്ലേ? ഭർത്താവ് വരുന്നെന്ന് മുറുക്കെ പറ, കേക്കട്ടെ 10 പേര്. മുഖത്ത് കള്ളച്ചിരി വരും. മക്കള് സ്കൂളിൽ ചെല്ലുമ്പോഴും കോളേജ് ചെല്ലുമ്പോഴും ഒക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. വിഷമിച്ചല്ല, സന്തോഷത്തോടെ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ഹോപ്പുള്ളവർ മുൻകൂട്ടി ആഘോഷിക്കും കേട്ടോ. ഹോപ്പുള്ളവർ മുൻകൂട്ടി ആഘോഷിക്കും. എൻ്റെ ഭർത്താവ് വരുന്നുണ്ട്, എൻ്റെ അപ്പച്ചൻ വരുന്നുണ്ട്, എൻ്റെ സഭ വലുതാകാൻ പോകുന്നു, എൻ്റെ കൈ പൊങ്ങാൻ പോകുന്നു, എൻ്റെ ഓഫീസ് പണി തീരാൻ പോകുന്നു, എൻ്റെ പുരയിടത്തിൻ്റെ വീതി കൂടാൻ പോകുന്നു, എൻ്റെ കെട്ടിടത്തിന് ഒരു മുറി കൂടി ഉണ്ടാകാൻ പോകുന്നു. സ്കൂളിലെ ഒരു എന്താ പറയുന്നത്? 2-ാമത്തെ വാക്ക് 35:2 ഉല്ലസിക്കുക, സെലിബ്രേറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ അർത്ഥം കേട്ടോ. 6-ാമത്തെ വാക്യം ഉല്ലസിച്ച് ഘോഷിക്കും, അഡ്വാൻസ് ആയിട്ട്. ഹല്ലേലൂയ. സ്കൂളിലെ ഒരു മറ്റേ കൊച്ചിൻ്റെ ഒക്കെ ചോദിക്കുക, നിനക്ക് ഉറപ്പുണ്ടോടി ജൂലൈ 13 വരും? അവള് പറയും വരും. എൻ്റെ ഡാഡി ഇതുവരെ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല, ഒരിക്കലും വാക്ക് മാറിയിട്ടില്ല, എൻ്റെ ഡാഡി വരിക തന്നെ ചെയ്യും. അതിന് സെലിബ്രേറ്റ് ചെയ്യണം. താമസിച്ചു പോയാലോ എന്ന് അവർ ചോദിച്ചാൽ പറയും, ഇല്ല, എൻ്റെ ഡാഡി വാക്ക് പറയത്തില്ല. ഞാൻ നിങ്ങളെയൊക്കെ പറയുന്നു, എൻ്റെ ഡാഡി, ഈ വേദപുസ്തകം തന്നിരിക്കുന്ന ഡാഡി വാക്ക് മാറത്തില്ല കേട്ടോ, വാക്ക് മാറത്തില്ല. ഞാൻ അവനെ വിശ്വസിക്കുന്നു, നിങ്ങൾക്കും വിശ്വസിക്കാം. 35-ാമത്തെ വാക്യത്തിന്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും.
ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. ഇനി എന്തോ വേണം? നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഒന്നാമത്തെ ഘടകം ഹോപ്പ് നിലനിർത്തണം. ഹോപ്പ് നിലനിർത്തണം. ആശിച്ച് കാത്തിരിക്കുക, ആശയിൽ ബലപ്പെടുക. ദൈവം നിങ്ങളെ നോക്കുന്നു. എന്തെങ്കിലും പറയണം. നിങ്ങളെ നോക്കുകയാണ്. എന്നെ പി ജി വർഗീസ് നോക്കിയാട്ടെ. അല്ല, പി ജി വർഗീസിന് വേണ്ടി പറയും. നിങ്ങൾക്ക് വേണ്ടി പറയണം, നിങ്ങളുടെ പുരയിടത്തിന് വേണ്ടി പറയണം, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി പറയണം, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പറയണം, നിങ്ങളുടെ പേഴ്സിന് വേണ്ടി പറയണം, നിങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടി പറയണം. കേട്ടോ, അങ്ങനെ പ്രവചിക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അസ്ഥികളെ നോക്കി പ്രവചിച്ചത്, യേശു ക്രിസ്തു അത്തിയെ നോക്കി പ്രവചിച്ചത്. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ പ്രവചിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ കേട്ടാട്ടെ. 1 കൊരിന്ത്യർ 14:26. When you meet together, ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. ഓരോരുത്തർക്കും സങ്കീർത്തനം വേണമെന്ന്. എല്ലാവരും കൂടെ എന്താ പാടുന്നതല്ല, ഓരോരുത്തർക്കും ഒരു പാട്ട്. എന്താ പാട്ട്? എൻ്റെ ദുഃഖം മാറിപ്പോയി, എൻ്റെ വേദന നീങ്ങിപ്പോയി, എൻ്റെ കഷ്ടം മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ വേദപുസ്തകം പറയുന്നത്. ഓരോരുത്തർക്കും അവരോട്, ഞാൻ ഇംഗ്ലീഷിനകത്തും മൂലഭാഷയിലും എല്ലാം നോക്കി. വെൻ യു മീറ്റ് ടുഗദർ ഈച്ച് വൺ ഹാസ് എ സോങ്. ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. മറ്റൊരാളിന് നല്ല ഒരു പരിതസ്ഥിതി, വിശ്വാസത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കണം. അതാണ് ഹോപ്പ്. ഉണ്ടാക്കണം. വേറൊരാളുണ്ടാക്കണം. നിനക്കുണ്ടാക്കണം. ഹല്ലേലൂയ. വേറൊരാളിനെ കണ്ടു കഴിയുമ്പോൾ അവരുടെ തോളലും തട്ടിയിട്ട്, ആഹാ, ഈ ഡ്രസ്സ് നന്നായിരിക്കുന്നല്ലോ, ഇന്നത്തെ മുഖത്ത് നല്ലൊരു ചിരി, എന്താണ് കഷ്ടത്തിന്റെയും വേദനയിലല്ല പറയുന്നത്. ചില അമ്മായിമ്മമാര് മരുമക്കളെയൊക്കെ കുറ്റം പറയും. ഇങ്ങനെയാന്ന് കൂടി കൂട്ടാൻ വെക്കുന്നേ, കൊള്ളത്തില്ലല്ലോ എന്നല്ല പറഞ്ഞേ. നല്ലതായിരിക്കും, നമുക്ക് കുറച്ചുകൂടെ നല്ലതാക്കണം. അടുത്ത പ്രാവശ്യം നമുക്ക് 2 കൂടെ ഉണ്ടാക്കാം. നീ നല്ല ഉണ്ടാക്കി. നല്ല കാര്യങ്ങൾ പറയുക. ഭാര്യയെ നോക്കി പറയുക, ഭർത്താവിനെ നോക്കി പറയുക, മക്കളെ നോക്കി പറയുക, പാസ്റ്ററെ നോക്കി പറയുക, വിശ്വാസികളെ നോക്കി പറയുക. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഹല്ലേലൂയ. വേറൊരാളിന് നല്ലൊരു പരിതസ്ഥിതി ഉണ്ടാക്കാനുള്ള നമുക്കുണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റൊരാളിന്റെ പരിസ്ഥിതി വേദോസ്തം പറഞ്ഞാണ് കേട്ടോ, അത് നമ്മുടെ ചുമതലയാണ്. രണ്ടാമത്തെ കാര്യം, നെഹമ്യാവിന്റെ പുസ്തകം 8-ാമത്തെ വാക്യം. 8-ാമത്തെ അധ്യായം. നിങ്ങൾക്കറിയാമോ, ആദ്യകാലത്ത് എസ്രായുടെ പുസ്തകവും നെഹമ്യാവിന്റെ പുസ്തകവും ഒന്നിച്ചായിരുന്നു. അതുപോലെ 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, ഇതെല്ലാം ഒന്നിച്ചായിരുന്നു. എന്നാൽ 9-ാം നൂറ്റാണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് രണ്ടും കൂടെ രണ്ടാക്കിയത്. അത് നമുക്ക് പഠിക്കാൻ വേണ്ടി രണ്ടാക്കിയതാണ് കേട്ടോ. അതിൽ ഇനി പറയുന്നത് കേട്ടാട്ടെ. എസ്ര എന്ന് പറയുന്നത് വചനമാണ്. എസ്ര മുഴുവൻ ദൈവത്തിന്റെ വചനമാണ്. 119-ാം സങ്കീർത്തനം ആരാ എഴുതിയെന്ന് ഗൂഗിളിന്റെ ഒക്കെ ചോദിച്ചാൽ എന്തെങ്കിലും പറയും. എൻ്റെ വിശ്വാസം എസ്രായാണെന്നാ. കാരണം എല്ലാ വാക്യത്തിലും വചനം. എസ്ര ആയിരിക്കാം. ഞാൻ വേദപണ്ഡിതനല്ല, ഞാൻ റോഡിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയാണ് കേട്ടോ. എങ്കിലും എൻ്റെ വിചാരം അങ്ങനെയാണ്. പഴയ നിയമത്തിൽ എസ്ര വചനമായിരുന്നു. പുതിയ നിയമത്തിൽ യേശുവാണ് വചനം. യേശു അകത്ത് വന്നു കഴിയുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. നാം ദൈവാലയമാകുന്നു. യേശു നമ്മുടെ അകത്ത്, നാം ദൈവാലയമാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, യു ആർ ദി ടെമ്പിൾ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. പിന്നീട് 4 വശത്തും നെഹമ്യാവിനെ പോലെ എസ്രായ വന്നു കഴിഞ്ഞപ്പോൾ നെഹമ്യാവ് മതിൽ പണിതതുപോലെ നമ്മളും മതിൽ പണിയണം. ഹല്ലേലൂയ. സേഫ്റ്റിയുടെ മതിൽ പണിയണം, പ്രൊട്ടക്ഷന്റെ മതിൽ പണിയണം, അതിരുണ്ടാക്കണം. എന്തതിര്? എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം. ഈ അതിരുകളൊക്കെ നമ്മൾ ഉണ്ടാക്കണം, വേദപുസ്തകത്തിലുള്ളതും ഇല്ലാത്തതും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം ചർച്ച വെച്ച് നടത്തണമെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അതിരാണ്. കുഴിച്ചിടാൻ നേരം പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കണമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ സഭ ഉണ്ടായി കഴിയുമ്പോൾ, വചനമകത്ത് വന്നു കഴിയുമ്പോൾ അതിരുണ്ടാക്കണം. ഒരു കാര്യത്തിന് മാത്രമല്ല അതിര്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥന വേണമെന്ന് എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിരാണ്. നമുക്ക് വളരാൻ, നമ്മൾ ഉയരാൻ, നമ്മുടെ മക്കൾക്ക് ഉയരാൻ. അതുകൊണ്ട് നമ്മൾ മതിൽ ഉണ്ടാക്കണം. ഈ യെരൂശലേമിന് ചുറ്റുമുള്ള മതില് ആദ്യം പണിതത് 72 വർഷം കൊണ്ടാണ്. അറിയാൻ വയ്യാത്തവരെവിടെങ്കിലും ഒന്ന് നോട്ട് ചെയ്തു.
ഞാൻ റിസർച്ച് ചെയ്തും വെച്ച് പറയുന്നതാണ്. 72 വർഷം കൊണ്ട്. എന്നാൽ നെഹമ്യാവ് എസ്രായുടെ ശേഷം, നെഹമ്യാവ് വചനത്തിന് ശേഷം, നെഹമ്യാവ് 52 ദിവസം കൊണ്ട് പണിതു. ഹല്ലേലൂയ. നെഹമ്യാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവം ആശ്വസിപ്പിക്കുന്നു എന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. കഠിനാധ്വാനം ചെയ്യണം, ശരിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് 72 വർഷം കൊണ്ട് അവര് പണിതത്, നെഹമ്യാവ് വെറും 52 ദിവസം കൊണ്ട് പണിതു. എങ്ങനെ? പരിശുദ്ധാത്മാവ്, വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഹമ്യാവിന്റെ തലമുറയിലെ ആരും ദൈവവചനം കേട്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. പക്ഷെ അവർക്കൊരു വേദപുസ്തകം കിട്ടി. അവർ വേദപുസ്തകം വായിച്ചു, വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. അവരെല്ലാവരും കൂടെ ഒരു മൈതാനത്ത് കൂടി വന്നു. കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാർ വന്നു. അതിരാവിലെ മുതൽ എന്നുവെച്ചാൽ നേരം വെളുക്കുന്ന, സൂര്യൻ ഉദിച്ചു വരുന്ന സമയം മുതൽ സന്ധ്യ വരെ, ഫ്രം സൺറൈസ് ടു സൺസെറ്റ് അവരവിടെ നിന്നു. നെഹമ്യാവ് 8:8 വായിക്കാൻ വേണ്ടി ദേശാധിപതിയായി ഇങ്ങോട്ട്. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവരെല്ലാരും കൂടെ നിന്നു. അന്ന് കസേരയൊന്നുമില്ല, ഡെറിയൊന്നുമില്ല ഇരിക്കാൻ. അവരെല്ലാരും കൂടെ ആ ഭൂമിയിൽ വന്നു നിന്നു, വചനം കേട്ടു. 9-ാമത്തെ വാക്യം വായിച്ചു. ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, കരയുമരുത് എന്ന് പറഞ്ഞു. എന്തിനാ ജനം കരഞ്ഞ്? ദൈവത്തിന്റെ വചനം ആദ്യമായിട്ട് കേട്ടപ്പോൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിലവാരത്തിൽ നമ്മൾ എത്തിയിട്ടില്ലല്ലോ എന്നുള്ള കുറ്റബോധമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു കുറ്റബോധം കിടക്കട്ടെ. ഹല്ലേലൂയ. കുറ്റബോധം കൊണ്ട് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞു, എങ്കിലും ഒരു കുറ്റബോധം. ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ഹല്ലേലൂയ നമ്മൾ എത്തിയിട്ടില്ല, എത്തണമെന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞത്, മതി എന്ന് പറയുന്ന മനുഷ്യ, നീ മരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് മതി എന്ന് പറയരുത്. എനിക്ക് കുറച്ചുകൂടെ വളരണം, എനിക്ക് കുറച്ചുകൂടെ വിശ്വാസം ഉണ്ടാകണം, എനിക്ക് കുറച്ചുകൂടെ വിശുദ്ധി ഉണ്ടാകണം, എനിക്ക് കുറച്ചുകൂടെ ദൈവത്തിന്റെ വചനം പഠിക്കണം, എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, ഞാൻ നടക്കുമ്പോഴും പാട്ട് പാടും. ഹല്ലേലൂയ. അവന്റെ നിലവാരത്തിൽ എത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവന്റെ ഉയരം വളരെ വലുതാണ്, നമ്മൾ വളരെ താഴെയാണ്. 10-ാമത്തെ വാക്യം വായിച്ചെങ്കിൽ 10, 11, 12. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഔവണ്ണം ലേവ്യരും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു. സർവ്വജനത്തെയും സാവധാനപ്പെടുത്തി തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. അത്യന്തം സന്തോഷിച്ചു. ഹല്ലേലൂയ. നമുക്കുള്ള വചനം മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശന്നിരിക്കുന്ന ഒരുത്തൻ്റെ നീ വീട്ടിൽ പോയിരിക്കുക, ദൈവം നിനക്ക് വല്ലതും തരുമെന്ന് പറയുന്നതല്ല. ഹല്ലേലൂയ. പിന്നെയോ നമ്മുടെ അതിനകത്ത് കുറച്ച് ചോറെങ്കിലും എടുത്ത് അവർക്ക് കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മളെപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം, നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. വീട്ടിൽ പട്ടിണിയാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുന്നവരായിരിക്കണം. ഇന്ന് പല വിശ്വാസികളുടെയും മുഖം കണ്ടു കഴിഞ്ഞാൽ 12:6 പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ ഒരു സൂചി 12ഉം ഒരു സൂചി 6ഉം ഇരിക്കും. അല്ല, നമ്മുടെ മുഖം എപ്പോഴും 3:9 പോലെ ഇരിക്കണം, ഇല്ലേ? 3:9 ചിരിക്കുന്ന മുഖമായിരിക്കണം. ഒരിക്കൽ ഞാൻ ഒരു അമ്മച്ചിയെടുക്ക ചോദിച്ചു, അമ്മച്ചി ആർ യു ഹാപ്പി? മലയാളിയാ, ഇംഗ്ലീഷ് അറിയാവുന്ന. ആർ യു ഹാപ്പി? വലിയ സന്തോഷമുണ്ടോ? ഒന്ന് പറയാം, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു, മുഖം കൂടെ ഒന്ന് അറിയട്ടെ സന്തോഷമുണ്ടെന്ന് കേട്ടോ. സെലിബ്രേറ്റ്. നിങ്ങൾ കർത്താവ് തരാൻ പോകുന്നത് ഓർത്ത് സെലിബ്രേറ്റ് ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഇതാ ഗലാത്യർക്ക് എഴുതിയ 5-ാം അധ്യായത്തിൽ വായിക്കേണ്ടതില്ലേ? 22, 23 ഇങ്ങനെ പറയുന്നുണ്ട്. ആത്മാവിന്റെ ഫലമോ ലിലിക്ക് കാണാതറിയാം, സ്നേഹം, സന്തോഷം, സമാധാനം. ഞാൻ എഴുതി വെച്ചതല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ എഴുതിക്കുന്ന സന്തോഷം, സമാധാനം. അവൻ ഇങ്ങനെ നടക്കുമല്ലോ, എന്താ പറയാനോ, ഇങ്ങനെ കഷ്ടപ്പാടാണ്, എൻ്റെ വീട്ടിൽ എന്നും ദുഃഖമാണ്, എൻ്റെ പ്രയാസം മാറുന്നില്ല, എൻ്റെ കല്യാണം കഴിച്ചപ്പോൾ തൊട്ടേ ഞാൻ കരച്ചിലാണ്, എൻ്റെ കഴുത്തേൽ ഒരു തിരികല്ല് കെട്ടി കടലിൽ എറിയുന്നതായിരുന്നു ഇതിനേക്കാന്ന് എന്ന് പറയാതെ സന്തോഷിക്കുക. എൻ്റെ അത്ഭുതം വരുന്നുണ്ട്, എൻ്റെ സമാധാനം വരുന്നുണ്ട്. വേറെ കുറച്ചൊക്കെ പറയുന്നത് ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത. വിശ്വസ്തത എന്നുള്ളതിന് വാസ്തവത്തിൽ മൂല ഭാഷയിൽ വിശ്വാസം എന്നാണ്. അറിയാൻ വയ്യാത്ത ഒരു ബൈബിളിനകത്തോട്ട് എഴുതി വെച്ചോ. വിശ്വസ്തത എന്നുള്ളതല്ല, വിശ്വാസം. സൗമ്യത, ഇന്ദ്രിയ ജയം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. 3-ാമത്തെ കാര്യം,
ബ്യൂട്ടി ഫോർ ആഷസ്. മലയാളത്തിൽ അത് ശരിയാവത്തില്ല കേട്ടോ. യെശയ്യാവിന്റെ പുസ്തകം 61 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവർ എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്തിനാ അയച്ചിരിക്കുന്നത് നമ്മളെ? ഇതൊക്കെ ചെയ്യാനാണ് അല്ലെ. ബ്യൂട്ടി ഫോർ ആഷസ്. അവിടെ അനുഭവിച്ചിരിക്കുന്ന വാക്ക് എന്തോ ഇവിടെ കണ്ടുവരും. ആനന്ദ തൈലം വിഷണ്ണ മനസ്സിന് പകരം മുമ്പേ അലങ്കാരമാല, വെണ്ണീറിന് പകരം അലങ്കാരമാല. ശരിയായില്ല അല്ലെ. ബ്യൂട്ടി ഫോർ ആഷസ് എന്ന് പറഞ്ഞാൽ ശത്രു നമ്മളെ ആക്രമിച്ച് മുഴുവൻ ചാരമാക്കിയെന്ന് വിചാരിച്ചു. നമ്മുടെ കുടുംബജീവിതം തകർന്നു, നമ്മുടെ ജോലി പോയി, നമ്മുടെ പുരേടം പോയി, നമ്മുടെ വീട് പോയി. ഇതെല്ലാം അങ്ങ് ചാരമായി കഴിയുമ്പം ദൈവം അതിന് പകരം ബ്യൂട്ടി തരും, സൗന്ദര്യം തരും. ഹല്ലേലൂയ. എന്തിനാ പിശാചി വരുന്നത്? ഹി കംസ് ടു കിൽ, സ്റ്റീൽ ആൻഡ് ഡിസ്ട്രോയ്. അവൻ അറുപ്പാനും മുടിക്കാനും കൊല്ലാനുമായിട്ട് വരുന്നു. യോഹന്നാൻ 10:10. പക്ഷെ നമ്മുടെ കർത്താവ് വരുന്നത് എന്തിനാണ്? ജീവൻ തരാനും സമൃദ്ധിയായിട്ട് ജീവൻ തരാനുമായിട്ടാണ് കേട്ടോ. ഹല്ലേലൂയ. അവന്റെ ജോലിയാണ്. അവൻ കവർ ചെയ്ത് മുടിച്ച് ചാരമാക്കാൻ വരുന്നു. പക്ഷെ എൻ്റെ ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം കരുതുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരുവിധം കരകയറണമെന്നാണ്. ആ രണ്ടോട് ഞാൻ സംസാരിക്കുകയാണ്. നമ്മുടെ വിചാരം എങ്ങനെയെങ്കിലും ഒരുവിധം ഒന്ന് കരകയറണം. അല്ല. ഹല്ലേലൂയ. ബ്യൂട്ടി, സൗന്ദര്യം ഉണ്ടാകണം, ആരോഗ്യം ഉണ്ടാകണം, കണ്ണുനീര് മാറണം, വീട് നന്നാവണം, ഭൂമി നന്നാവണം, എൻ്റെ ഭാവി നന്നാവണം, എൻ്റെ ബാങ്ക് ബാലൻസ് നന്നാവണം. ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബ്യൂട്ടി ഫോർ ആഷസ് ആണ്. നിങ്ങൾ വജ്രത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും കണ്ട് കുറച്ച് നാളേ ആയുള്ളൂ കേട്ടോ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴേ ഒരു സഹോദരി പറഞ്ഞിങ്ങനെ വജ്രത്തിൻ്റെ വളയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 1983 ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ലെന്ന് കാണിക്കാവുന്ന. ആ സഹോദരി വളയെടുത്തുകൊണ്ടത് കാണിച്ചു. ഞാൻ കണ്ടതിനകത്ത് വജ്രം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വജ്രമൊക്കെ വളരെ കോമൺ ആയി, പലരുടെയും കാതയിലൊക്കെ കിടക്കുന്നത് കാണാം. സാരമില്ല. ആ വജ്രം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയോ? കൽക്കരി. അതിന് 50,000 ഇരട്ടി സമ്മർദ്ദം, പ്രഷർ ഉണ്ടാവണം. 1600 ഡിഗ്രി ചൂടുണ്ടാവണം. അന്നേരം ചിലതൊക്കെ സംഭവിക്കും. അത് ഡയമണ്ട് ആയിട്ട് മാറും. ഇത് H2O എന്ന് പറയുന്നത് പോലെ തിയറി മാത്രം അങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ എങ്കിലും പറയുന്നത് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. വിചാരിച്ചു ഒരു മാർബിൾ മേശയുണ്ടെന്ന് വിചാരിച്ചു. ഒരു മാർബിൾ മേശ ഒരെണ്ണത്തിൽ, അതിനകത്ത് ആരാണ്ടൊരു കൊട്ടുകൂടി വെച്ച ഒരടി, ചുറ്റിക വെച്ച ഒരടി അടിച്ചു. അതങ്ങ് ഒരു വലിയ കിഴുത്തയുണ്ടായി. എന്നാൽ ഇതെടുത്താൽ കളയാ, ഇനി ഇതൊന്നിനും കൊള്ളത്തില്ല. ഒരാൾ പറയും വേണ്ട, നമുക്കൊരു നല്ല കലാകാരനെ ഏൽപ്പിക്കാം. ആ കലാകാരൻ്റെ കൊടുത്തു കഴിയുമ്പോൾ ആ കലാകാരൻ അവിടെ ഇവിടെ എല്ലാം കൂടെ കുറച്ച് പണിത് കഴിയുമ്പോൾ അതൊരു സുന്ദരമായ താമരത്തോട്ടമായിട്ട് മാറും. അതുപോലെ ഒരു കൊത്തുപണി അവൻ നടത്തും. നമ്മുടെ തകർന്ന ജീവിതം, നമ്മുടെ പുഴുക്കുത്ത് വീണ ജീവിതം, നമ്മുടെ പരാജയമായ ജീവിതം, നമ്മുടെ പരാജയമായ കുടുംബം, നമ്മുടെ പരാജയമായ സഭ, നമ്മുടെ പരാജയമായ സുവിശേഷ വേല, ഹല്ലേലൂയ, നല്ല കൊത്തുപണിക്കാരനായ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അവനെ ഒരു താമരത്തോട്ടമാക്കി മാറ്റും. ഉൽപ്പത്തി 1-ാം അധ്യായത്തിനകത്ത് ദൈവം ഉണ്ടാക്കിയതെല്ലാം ദൈവം നോക്കിയിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ നോട്ടത്തിനകത്ത് ഗുഡ്, മനുഷ്യൻ്റെ അല്ല, ഗുഡ്. ഞങ്ങൾ എവിടെയായിരിക്കുമ്പോഴാണ് ഡാർജിലിങ്ങിന് അടുക്കൽ ഒരു സ്ഥലത്ത് പോയി. 6200 അടി ഉയരമുള്ള ഒരു സ്ഥലത്തായിരുന്നു 2 ദിവസം മീറ്റിങ്ങിന് പോയതാ കേട്ടോ. അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നടക്കാൻ പോയി. ജനലിൽ കൂടെ ഒക്കെ നോക്കുമ്പം കാഞ്ചൻഗംഗ പർവ്വതവും അവിടെ നിന്ന് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഓ ബ്യൂട്ടിഫുൾ. അത് നമ്മൾ പറയുന്നതാണ്. പക്ഷെ ദൈവം പറയുന്നു ദിസ് ഈസ് ബ്യൂട്ടിഫുൾ, ഗുഡ്. ഹല്ലേലൂയ. അതേ ബ്യൂട്ടിഫുള്ളായ അതേ ബ്യൂട്ടിഫുള്ളായ ഭൂമിയിൽ ആദാമിന് വേണ്ടതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഹവ്വായെ കൊടുത്തത്. പുരുഷന്മാർ ശ്രദ്ധിക്കണം, ആദാമിന് ഒരു ജോലി കൊടുത്തതിന് ശേഷമാണ് ഭാര്യയെ കൊടുത്തത്. ഇന്ന് പലരും പറയുന്ന ഭാര്യയെ നീ ഉണ്ടാക്കിക്കൊണ്ടുപോവാ, ഞാൻ ഇതിവിടെ തിന്നട്ടെ.
ഞാൻ പറഞ്ഞില്ല ഭാര്യ ജോലി ചെയ്യരുതെന്ന്. ഞാൻ പറഞ്ഞില്ല ഭർത്താവിന് ജോലി ഇല്ല എങ്കിൽ ഭാര്യ തലയെ തൊപ്പി വെച്ചുകൊണ്ട് നടക്കണമെന്ന്, അല്ലെ അധികാരം കാണിക്കണമെന്ന് ഇല്ല. പക്ഷേ പുരുഷന്റെ ജോലിയാണ് ജോലി ചെയ്യുക എന്നുള്ളത്. വീട്ടുകാരി നോക്കാം, ശമ്പളം കുറവായിരിക്കാം. എനിക്ക് ഇച്ചിരി മുമ്പേ ഒരു ഫോൺ വന്നതേ ഉള്ളൂ. അതിനകത്ത് പറഞ്ഞു ഭാര്യയുടെ ശമ്പളം ഒത്തിരി കൂടുതൽ, ഭാര്യയുടെ ശമ്പളം ഒത്തിരി കുറവ്. അതിനെന്താ ഭർത്താവിന്റെ ശമ്പളം കുറവ്, ഭാര്യയുടെ ശമ്പളം ഒത്തിരി കൂടുതൽ. അപ്പൊ ഭാര്യയ്ക്ക് പുച്ഛം, ഇയാളെ നിലകൊള്ളാം. അധികം വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ജോലി ചെയ്യണം, കുറഞ്ഞ ശമ്പളമാണെങ്കിലും ശരി, അതിനകത്ത് ജോലി ചെയ്ത് കുടുംബം നോക്കണം. ദൈവം സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. സമാഗമന കൂടാരത്തിന്റെ നിറം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ കർട്ടൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടുത്തെ പുരോഹിതന്റെ വസ്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ വൃത്തിയുള്ളവരായിരിക്കണം. നമ്മുടെ വീട് വൃത്തിയുള്ളതായിരിക്കണം കേട്ടോ. നമ്മുടെ വസ്ത്രം വൃത്തിയുള്ളതായിരിക്കണം. നമ്മുടെ പ്രസംഗം നല്ലതായിരിക്കണം. നമ്മുടെ മുറ്റം നല്ലതായിരിക്കണം. നമ്മുടെ മുറ്റത്തെ ചെടികൾ നല്ലതായിരിക്കണം. നമ്മുടെ മുഖം നല്ലതായിരിക്കണം. ഷേവ് ചെയ്യണമെന്ന്, താടി വളർത്തുന്നെങ്കിൽ അത് വെട്ടിയിട്ടിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സഭാന്തരീക്ഷം നല്ലതായിരിക്കണം. ഞാൻ ഒരിടത്ത് പ്രസംഗിക്കാൻ ചെന്ന് വെച്ച് മേളിലോട്ട് നോക്കിയപ്പോഴാണ് അവിടെ മേളിൽ വെച്ചിരിക്കുന്ന ഷൂസ്. അവർക്ക് സ്ഥലവും കുറവാ, അതെനിക്കറിയാം. പക്ഷെ അപ്പുറത്തൊരു മുറി ഉണ്ടല്ലോ, അവിടെ വെക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഒരു സഭയിൽ ചെന്നപ്പോൾ, മഹാരാഷ്ട്രയിൽ ഒരു സഭയിൽ ചെന്നപ്പോൾ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നിർത്തിയാട്ടെ. എടാ, നിങ്ങൾ എല്ലാവരും കരയുവാണെങ്കിൽ കരയുന്ന ഒരു മനുഷ്യനൂടെ വന്നിട്ട് എന്താ പറയും? എടാ, എവരെല്ലാവരും കരയാ, എനിക്ക് അത്രയും കരച്ചില്ലല്ലോ, ഞാൻ അങ്ങ് വിട്ടിപ്പിക്കണം. നിങ്ങൾ ചിരിക്കുന്ന മുഖം, സന്തോഷിക്കുന്ന മുഖം, ആനന്ദിക്കുന്ന മുഖം, ആനന്ദം കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറണം. ഒരിക്കൽ ഡൽഹിയിൽ നിന്നും ഒരു വീഡിയോ എടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കുന്ന ഹിന്ദുക്കളാണ് അവർ മുഴുവൻ. അവർ ക്രിസ്ത്യാനികളെ പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അവർ പോകുമ്പോൾ ഞാൻ അവരൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനികളാണ് ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് പീപ്പിൾ, അതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ ആ ചിരിക്കുന്ന മുഖം. തിരിച്ചു വന്നു വെച്ച് എന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഒരിടത്ത് പോലും ചിരിക്കുന്ന ഒരു മുഖം കണ്ടിട്ടില്ല. സംശയമുണ്ടോ? മിക്കവാറും പെന്തിക്കോസ് സഭകളിൽ, മർത്തോമ സഭകളിൽ, യാക്കോബ സഭകളിൽ ഒക്കെ ചെന്ന് നോക്കിയാട്ടെ, എല്ലാവരുടെയും മുഖം കടിക്കും. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുമ്പോഴത്തേക്ക് കൈ ഇങ്ങനെ ആക്കുന്നത്, കർത്താവേ സ്തോത്രം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീഡിയോ കാണിപ്പിച്ചാൽ ലില്ലിയെ കാണിച്ചു, എല്ലാവരും മുഖം നോക്കിയാട്ടെ. ചിരിക്കുന്ന മുഖം, സന്തോഷിക്കുന്ന മുഖം, അതാണ് മറ്റുള്ളവരെ പോലും ആകർഷിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശവമടക്ക് പോലും നിങ്ങൾ വ്യത്യസ്തമായിരിക്കണം. പറഞ്ഞു കേട്ടോ. നിങ്ങൾ ജോൺ ഓസ്റ്റിന്റെ ശവമടക്ക് കണ്ടിട്ടുണ്ടോ? ശവമടക്കിന്റെ സർവീസ് നടത്തിയ അദ്ദേഹത്തിന്റെ ഭാര്യ, അവര് പോലും അതിനിടയ്ക്ക് ഫലിതം പറഞ്ഞു 2 or 3 പ്രാവശ്യം. ഞാൻ പറഞ്ഞില്ല ഫലിതം പറഞ്ഞ് പൊട്ടിച്ചിരിക്കണം, പക്ഷെ അവരതിനകത്ത് നിങ്ങളത് കണ്ടെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. അത് കണ്ടുകൊണ്ടെന്ന് ഞാൻ ലീലയൊക്കെ പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു ഡൈ ലൈക്ക് ദാറ്റ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ സെൻഡ് ഓഫ് ടു മീ ലൈക്ക് ദാറ്റ്. ഹല്ലേലൂയ. നിങ്ങൾ ചിരിക്കുന്ന, നിങ്ങളുടെ ശവമടക്ക് പോലും സന്തോഷത്തിന്റെ ആയിരിക്കണം. നിങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കണം, സന്തോഷം കൊടുക്കുന്നവരായിരിക്കണം. 4-ാമത്തെ കാര്യം, നിങ്ങൾ ഒരു ജനറോസിറ്റി ഉള്ള മനുഷ്യരായിരിക്കണം. ഗലാത്യർ 5:22-23 വായിക്കണ്ട ലില്ലി, ഞാൻ എടുക്കാം. അതിനകത്ത് പറയുകയാണ്, നിങ്ങൾ ദയവുള്ളവരായിരിക്കണം, പരോപകാരമുള്ളവരായിരിക്കണം, ആഹാരമില്ലാത്തവർക്ക് കൊടുക്കണം. നമ്മൾ നെഹമ്യാവിനകത്ത് കണ്ടു. ഹല്ലേലൂയ. യേശുക്രിസ്തുവും പറഞ്ഞു, നിങ്ങൾക്ക് 2 ഉടുപ്പുണ്ടെങ്കിൽ ഒന്നില്ലാത്തവന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനറോസിറ്റി ഉള്ളവരായിരിക്കണം, ഔദാര്യ മനോഭാവമുള്ളവരായിരിക്കണം, ഒരു ദാനശീലമുള്ളവരായിരിക്കണം. ഇന്ന് ഞാൻ ഒരാൾക്ക് രൂപ അയച്ചു, 10,000 രൂപ അയച്ചു. എൻ്റെ പേഴ്സണൽ പണത്തിനകത്തൊന്ന് അയച്ചു. എന്താ കാര്യം? അവരുടെ മോനെ വേറൊരിടത്ത് വരെ കൊണ്ടുപോകണം. ഒരു പ്രത്യേക സ്കൂളിൽ, ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് അയക്കാനാണ്. ഞാൻ 10,000 രൂപ അയച്ചു കൊടുത്തു. എവിടുന്ന് കിട്ടിയതാണ്? ഞാൻ രക്ഷിക്കപ്പെട്ട ആ വർഷത്തിൽ ക്രിസ്തുമസിന് കിട്ടിയ ഒരു മെസ്സേജ് ആയിരുന്നു നമ്മളിപ്പോൾ വായിച്ചത്. നിങ്ങൾ കരയരുത്, നിങ്ങൾ ഇല്ലാത്തവർക്ക് പകർച്ച കൊടുത്തയക്കണം. ഹല്ലേലൂയ. ക്രിസ്തുമസിന് നമ്മൾ കേക്കും ഒക്കെ തിന്ന് സന്തോഷിച്ച് കുറച്ച് പടക്കവും ഒക്കെ പൊട്ടിച്ചാൽ എന്താ ലാഭം? അതിനേക്കാൾ ലാഭമുള്ള ഒരു കാര്യം പറയാം. നിങ്ങൾ കേക്കും വാങ്ങിച്ചുകൊണ്ടോ, ഇല്ലാത്ത ഒരു ആശുപത്രിയിൽ അത് കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ആശുപത്രിയിൽ, ഒരു അനാഥശാലയിൽ, ഒരു ഓൾഡ് ഏജ് ഹോം ചെന്നിട്ട് ഹല്ലേലൂയ അവിടെയുള്ളവരെ എല്ലാവരും കൂട്ടി 2 പാട്ടും പാടി അത് കഴിച്ചാട്ട്, അതാണ് നല്ലത്. ലില്ലിയുടെ വീട്ടിൽ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ജനറോസിറ്റി. ചെങ്കോട്ടയിലെ ഒരു നഴ്സിംഗ് കോളേജിലെ ഒരു വീഡിയോ ഞാൻ ഇടയ്ക്ക് കണ്ടു. അതിൻ്റെ പ്രിൻസിപ്പൽ പറയുകയാണ്, ഇവിടുന്നും ഒക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് BSc നഴ്സിങ്ങിന് പഠിപ്പിക്കുക. ഫീസ് ഇല്ലാത്തവർക്ക് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഫീസ് കൊടുക്കണ്ട,
കുറച്ച് കൊടുക്കാൻ നിവൃത്തിയുള്ളവർക്ക് കുറച്ച് കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, കുറെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ സഹായിപ്പിക്കുന്നത് എനിക്ക് പോസിറ്റീവ് എനർജി തരുന്നു. ജനറോസിറ്റി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരും. കൈ തുറന്ന് സഹായിക്കുന്നത്. ആ കഴിവിനപ്പുറം കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല, കടം വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല, പക്ഷെ ജനറോസിറ്റി ഉള്ളവരായിരിക്കട്ടെ. 4 കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ചോദ്യോത്തരം. ഒന്ന്, ബ്യൂട്ടി. നമ്മൾ ബ്യൂട്ടി ഉള്ളവരായിരിക്കണം. നമ്മുടെ ബ്യൂട്ടി, ഹല്ലേലൂയ, ബ്യൂട്ടി ഫ്രം ആഷസ്, ഹല്ലേലൂയ. 2, നമ്മൾ സെലിബ്രേറ്റ്, സന്തോഷിക്കുന്നവരായിരിക്കണം, ആഹ്ലാദിക്കുന്നവരായിരിക്കണം, ഹല്ലേലൂയ. 3-ാമത്തെ കാര്യം, ഹല്ലേലൂയ, ഞാൻ എവിടെയോ തെറ്റിയെന്ന് തോന്നുന്നു. ഹല്ലേലൂയ, 1-ാമത്തെ കാര്യം, നമ്പർ 1, ഹല്ലേലൂയ. അതെ, മരുഭൂമിയിൽ വെള്ളം തരുന്നു ദൈവം, മരുഭൂമിയിൽ വെള്ളം തരുന്നു. 2-ാമത് സെലിബ്രേഷൻ, നമ്മൾ ആഘോഷിക്കുന്നവരായിരിക്കണം. 3, ബ്യൂട്ടി ഫോർ ആഷസ്. 4, ജനറോസിറ്റി. ഇത് 4ഉം പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മരുഭൂമി, നമ്മുടെ വരണ്ട ഭൂമി, നമ്മുടെ നിർജ്ജന ഭൂമി വെള്ളം കൊണ്ട് നിറയട്ടെ, ലില്ലി പുഷ്പം കൊണ്ട് നിറയട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇതെല്ലാം സംഭവിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ വരണ്ട ഭൂമി, നിങ്ങളുടെ നിർജ്ജന ഭൂമി, നിങ്ങളുടെ മരുഭൂമി ലില്ലി പുഷ്പം കൊണ്ട് നിറഞ്ഞു നിൽക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ സമയത്ത് നിങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കട്ടെ, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നവരായിരിക്കട്ടെ, ബ്യൂട്ടി ഫോർ ആഷസ് ആയി തീരട്ടെ, നിങ്ങൾ ജനറോസിറ്റി ഉള്ളവരായി തീരട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഭാഗം 4, ചോദ്യോത്തരം. ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ചോദ്യമിടാമെങ്കിൽ ഞാൻ അതിന്റെ മറുപടി പറയാൻ ശ്രമിക്കാം. ഹല്ലേലൂയ. കത്തോലിക്ക ബൈബിളിൽ 66 പുസ്തകത്തിൽ കൂടുതൽ കാണും. ഇത് എങ്ങനെ വന്നതാണ്? ഓക്കെ, ഇതൊരു നല്ല ഒരു ചോദ്യമാണ്. നിങ്ങളത് ഗൂഗിൾ എന്ന് ചിലർ പറയും, നെറ്റ് എന്ന് ഞാൻ പറയും. അതിനകത്ത് നോക്കിയാൽ കാണാം. കുസ്തിന്ത്യോനോസ് രാജാവിന്റെ കാലത്താണ് വേദപുസ്തകത്തിന് ഒരു രൂപമൊക്കെ കൊണ്ടുവരണമെന്ന് വിചാരണം. അന്നാണ് എന്തുവാ അപ്പോസ്തലന്മാരുടെ സുന്നഹദോസ് കൂടിയിട്ട് സുന്നഹദോസ് കൂടിയിട്ട് സ്വർഗസ്നാങ്ങളുടെ പിതാവ് അല്ല, എന്തുവാ, വിശ്വാസ പ്രമാണം ഉണ്ടാക്കി. കാരണം പലർക്കും പല വിശ്വാസമായിരുന്നു. അപ്പൊ ആ രാജാവാണ് അത് ഉണ്ടാക്കിയത്. അതുപോലെ ആളുകളെല്ലാം കൂടെ നൈസിൻ ക്രീഡ്, ഞാൻ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. അല്ല, അതുണ്ടാക്കിയത്, അതെ, ക്രീഡ്, അതിന് മലയാളം ഞാൻ ആലോചിച്ചതായിരുന്നു എന്തുവാണ് അതിനുണ്ടാക്കിയത്. അതുപോലെ വേദപുസ്തകത്തിനകത്തും പലരുടെയിലും പല പുസ്തകങ്ങളും ഇരിക്കുന്നു. പറഞ്ഞു ഇതും പുസ്തകമാണ്, ഇതും വേദപുസ്തകമാണ്. അന്ന് സഭയിലുള്ളവരെല്ലാവരും കൂടെ ഇതെല്ലാം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. അല്ലെ, ചിലട്ട് മത്തായി കൊണ്ടുവന്നു, ചിലട്ട് മർക്കോസ് കൊണ്ടുവന്നു, ചിലട്ട് വേറെ ചിലത് കൊണ്ടുവന്നു. ഇതിനകത്ത് എല്ലാം കൂടെ പരിശോധിച്ചിട്ട് ഏതൊക്കെയാണോ ദൈവത്തിൽ നിന്നുള്ളത്, ഏതൊക്കെയാണോ മനുഷ്യരുണ്ടാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ തള്ളിക്കളഞ്ഞു. ആ അംഗീകരിച്ചത് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് 66 പുസ്തകം. അത് അംഗീകരിച്ചു. ഇതാണ് ദൈവത്തിന്റെ വചനം. എന്നാൽ കത്തോലിക്ക സഭ പറഞ്ഞു ഈ തള്ളിക്കളഞ്ഞതിനകത്തെ കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അവരങ്ങെടുത്തു. മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞതിനകത്തെ കുറെ പുസ്തകങ്ങള് അവര് എടുത്തിട്ട് അത് അവർ അംഗീകരിച്ചു. എന്നാൽ അതിനകത്തൊന്നും ക്രിസ്തുവിനെ പറ്റി പറയാത്തത് കൊണ്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോലും ഒരു ദുരുപദേശം കാണിക്കാൻ ഒക്കത്തില്ല കേട്ടോ. കത്തോലിക്ക സഭയുടെ ഉപദേശമൊന്നും സ്ഥാപിക്കാൻ ഒക്കത്തില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ഒരു വാക്യം പോലും ഇല്ല. ഞാൻ പഠിച്ചതാണ്. യാക്കോബയിലായിരിക്കുമ്പോൾ അന്നത്തെ ഞങ്ങളുടെ ആളുകൾ പോട്ടെ, അന്ന് സക്കറിയാച്ചൻ എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു, ഉപദേശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന മനുഷ്യൻ. ഞാൻ അച്ഛൻ്റെ ഒക്കെ ചോദിച്ചു, അന്ന് എനിക്ക് അത്ര വയസ്സുണ്ട്, 14 വയസ്സ്. ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, മോനെ അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിനകത്തില്ല. പിന്നെ കത്തോലിക്കയുടെ ബൈബിളിനകത്ത് ആരാണ്ട് മരിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ അതും ആഘോഷിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കത്തോലിക്കയുടെ ബൈബിൾ എൻ്റെ മേശപ്പുറത്ത് 2 ഇരിപ്പുണ്ട്, ഇംഗ്ലീഷും മലയാളവും. അതുകൊണ്ടല്ല 3 ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രയാസമൊന്നുമില്ല കേട്ടോ. അപ്പൊ അവർ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മൾ അന്നത്തെ സുന്നഹദോസ് തീരുമാനിച്ച പുസ്തകങ്ങൾ 66 പുസ്തകം ഈ ദൈവത്തിന്റെ വചനമാണെന്നും പറഞ്ഞിട്ട് സ്വീകരിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത ചോദ്യം. Is it right to believe in the promises of the Old Testament as New Testament believers are to look forward
to being like Jesus. പല പ്രാവശ്യം ഞാൻ ഇതിന് മറുപടി പറഞ്ഞാണ്, ഇനി എപ്പോഴും പറയാം, സാരമില്ല. കാരണം കേട്ടിട്ടുള്ളവർക്ക് ഒന്നുകൂടെ കേൾക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ കേട്ടിട്ടില്ലാത്തവരായിരിക്കാം. നമ്മൾ പുതിയ നിയമത്തിനകത്തെ തത്വങ്ങളാണ് പഠിക്കുന്നത്. ഇതാണ് പുതിയ നിയമം. പുതിയ നിയമത്തിലെ തത്വങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ അതിന് ചേരുന്നതായിട്ടുള്ള സപ്പോർട്ടീവ് വാക്യങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതില്ലാത്തെടുക്കേണ്ട ആവശ്യമില്ല. പഴയ നിയമത്തിനകത്ത് പുതിയ നിയമത്തിന്റെ ഉപദേശത്തിന് സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അല്ലാത്തത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അല്ലാത്തത് വരുന്നതാണ് വേറെ പലതും. നിങ്ങൾ കക്കൂസി പോകുന്ന സമയത്ത് ഒരു പാരയും കൊണ്ട് പോകണം. ആ പാര കൊണ്ട് കുഴിച്ചും വെച്ച് അതിനകത്ത് കക്കൂസി പോകണം, പിന്നെ മൂടണം. ഇപ്പൊ വേണമെങ്കിൽ പറയാം നമ്മുടെ ഇതാണെന്ന്. പക്ഷെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പോയത് വെളിം പ്രദേശത്താണ്. അതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല, അല്ലേ? അതുപോലെ വേറെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ പന്നി ഇറച്ചി തിന്നാൻ പാടില്ല, മുയലിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല. ഈ പറഞ്ഞ എല്ലാം ഞാൻ തിന്നിട്ടുണ്ട്, ഒട്ടകമൊക്കെ തിന്നിട്ടുണ്ട്. ഇരിക്കുന്ന ഗൾഫുകാരൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പഴയ നിയമത്തിനകത്തെ ഉപദേശമോ എടുക്കുന്നില്ല. അതിന് പുതിയ നിയമത്തിൽ വാക്യങ്ങൾ ഉണ്ടായിരിക്കണം. പുതിയ നിയമത്തിന് സപ്പോർട്ടീവായിട്ടാണ് പഴയ നിയമത്തിനകത്തുനിന്ന് എടുക്കുന്നത്, കേട്ടോ. അപ്പൊ അതിനകത്ത് ഉള്ളത് മാത്രം എടുത്താൽ മതി, അല്ലാത്തതൊന്നും എടുക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ പെങ്ങളെ കെട്ടാമെന്ന് പറയും, അമ്മാച്ചൻ്റെ മോളെ കെട്ടാമെന്ന് പറയും. പഴയ നിയമത്തിനകത്തുണ്ടായിരുന്നു. നമുക്കതൊന്നും ബാധകമല്ല. നമ്മൾ പുതിയ നിയമത്തിനകത്തു നിന്നുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ളത് മാത്രമേ പഴയ നിയമത്തിനകത്തുനിന്ന് എടുക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എടുക്കണമെന്നില്ല, കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ കൂടുതൽ കാര്യങ്ങളുള്ളത് നിങ്ങളുടെ ദൈവദാസന്മാരുടെ ചോദിക്കാം, പട്ടക്കാരുടെക്കലും പാസ്റ്റർമാരുടെക്കലും ഒക്കെ ചോദിക്കാം. ശുശ്രൂഷകൻ വിവാഹബന്ധം വേർപെട്ടതിന് ശേഷം വീണ്ടും വിവാഹം ചെയ്ത് സഭാപരിപാലനം തുടരുന്നത് ശരിയാണോ? വിദേശ രാജ്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ സമ്മതിക്കത്തില്ല, കേട്ടോ. അതുകൊണ്ട് ഒരു ദൈവദാസൻ വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞാൽ പിന്നെ സഭയുടെ പരിപാലനം. കാരണം കാണുന്നതിന് എനിക്കും എൻ്റെ ഭാര്യ ഇഷ്ടമല്ല, നോക്കി ഞങ്ങളുടെ പാസ്റ്റർ നോക്കിയാൽ വിട്ടുമിച്ചാണ്ട് പോയിരിക്കുന്നു, അതുകൊണ്ട് ഞാനും അവളെ ഉപേക്ഷിക്കാൻ പോവാ എന്ന് പറയും. അതുകൊണ്ട് അവർ സഭാ ശുശ്രൂഷ വിട്ടുമെച്ച് വേറെ എന്തെങ്കിലും ജോലിക്ക് പോവാ. പക്ഷെ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിൽ ഒരു തകരാറുണ്ട്. ഒരു ദൈവദാസൻ 50 വയസ്സായി, അദ്ദേഹത്തിന് ഈ സഭാ ശുശ്രൂഷ വിടണം എന്ന ആഗ്രഹമുണ്ട്. എന്തോ ജോലിക്ക് പോകും. സായന്മാർക്ക് വേറെ ജോലി കിട്ടും, ഏത് പ്രായത്തിലും ജോലി കിട്ടും, 70-ാമത്തെ വയസ്സിലും ജോലി കിട്ടും. നമ്മളെവിടെ പോകും? അപ്പൊ പിന്നെ സഭാ ശുശ്രൂഷ തുടരാൻ നിർബന്ധിതരായി പോകും. പക്ഷെ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമാണ്, വേദപുസ്തകത്തിൽ എനിക്ക് വാക്യം പറയാനില്ല. എൻ്റെ അഭിപ്രായം, ഒരു മാതൃകയുള്ള ജീവിതമല്ലാത്തത് കൊണ്ട് അവർ സഭാ ശുശ്രൂഷ ഇറങ്ങി നിൽക്കുന്നതാണ് നല്ലത്. വേറെ എന്തെങ്കിലും ചെയ്യട്ടെ, അല്ലേ? കബ്യാരുടെ പണി ചെയ്യട്ടെ, അത് മോശമല്ല. അല്ല, പള്ളി തുടച്ചിടട്ടെ, വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യട്ടെ. പക്ഷേ സഭാ ശുശ്രൂഷ പരിപാലനം ചെയ്യാതിരിക്കുന്നതാണ് മാതൃകയ്ക്ക് നല്ലത്. അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ ഒരു പ്രോത്സാഹനമാണ്. അവിടെ ഞങ്ങളുടെ പാസ്റ്റർ വിട്ട് ഞാനും വിടാൻ പോവാണ്, അവളെ എനിക്കിഷ്ടമല്ല. ഒരു ചെറുപ്പക്കാരൻ, എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് ലില്ലിക്കൊക്കെ നല്ലപോലെ അറിയാം, അല്ലേ? വലിയൊരു കുടുംബത്തിലെ രണ്ടുപേരും വലിയ കുടുംബത്തിലെയാണ്. പറഞ്ഞ് ഞാൻ 21 ദിവസം ഉപവാസം എടുക്കാൻ പോവാ. 21-ാമത്തെ ദിവസം ഇറങ്ങി വന്നും വെച്ച് പറഞ്ഞു, ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞു നിന്നെ വീട്ടിൽ വിടാൻ. എന്തോ ചെയ്യും? ദൈവം പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എളുപ്പമാണ് ദൈവം പറഞ്ഞെന്ന് പറയാനായിട്ട്. ദൈവം അങ്ങനെ പറയത്തില്ല, അത് വിട്ടു, കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാതൃകാ ദോഷമായതുകൊണ്ട് സഭാപരിപാലനത്തിന് മാറി നിൽക്കുന്നതാണ് നല്ലത്, സ്വയം മാറി നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ അവരുടെ ചെലവ് അങ്ങനെ നടക്കും, അത് വേറൊരു പ്രശ്നമാണ്. അടുത്ത ചോദ്യം ഉണ്ട്, 5-6 മിനിറ്റ്. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ഓൺ മാരേജ് അലയൻസ് ഇന്റർഡിനോമിനേഷൻ? What should be the ideal choice of church denomination? Protestant like Evangelical or CSI or Marthamite, Jacobite or Orthodox? ചോദ്യം ശരിയായിട്ട് എനിക്ക് മനസ്സിലായത് പറയാം. ഇന്റർഡിനോമിനേഷണൽ മാരേജ് നടക്കുന്നത് നല്ലതാണോ എന്ന് വെച്ചാൽ, മർത്തോമാക്കാരും യാക്കോബക്കാരും, മർത്തോമാക്കാരും പെന്തിക്കോസുകാരും, ബ്രദറുകാരും യാക്കോബക്കാരും. ഞാൻ പല പ്രാവശ്യം ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്ലാറ്റ്ഫോമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പെന്തിക്കോസുകാരെ കല്യാണം കഴിക്കണം. അതും IPCയും CPM തമ്മിലല്ല കല്യാണം കഴിക്കേണ്ടത്. മർത്തോമക്കാരും യാക്കോബക്കാരുമായിട്ടല്ല കല്യാണം കഴിക്കേണ്ടത്. യാക്കോബക്കാരും കത്തോലിക്കരുമായിട്ടല്ല കല്യാണം കഴിക്കേണ്ടത്. കത്തോലിക്കരുമായിട്ട് കല്യാണം കഴിക്കട്ടെ. രക്ഷിക്കപ്പെട്ട യാക്കോബക്കാരാണോ? രക്ഷിക്കപ്പെട്ട യാക്കോബക്കാരെ തന്നെ കല്യാണം കഴിക്കട്ടെ. എന്താ കാര്യം? വിചാരിച്ചോ, കത്തോലിക്കരും യാക്കോബക്കാരും കൂടെ കല്യാണം കഴിച്ചു, വഴക്കുണ്ടാവുമോ? പോപ്പാ വലുത്? അല്ല, ഞങ്ങളുടെ ബാബാ തിരുമേനിയാ വലുത്.
സമാധാനത്തോടെ നിങ്ങൾക്ക് ഒന്നിച്ചാരാധിക്കണമെങ്കിൽ നിങ്ങളുടെ സഭയും വിശ്വാസമുള്ള ഒരു പെൺകുട്ടിയെ ഒരു പുരുഷനെ വിവാഹം കഴിക്കുക. മർത്തമായി യാക്കോബായും കൂടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ? യാക്കോബക്കാരൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വെച്ച് നന്മ അറിഞ്ഞ മറിയുമെന്ന് പറയുമ്പോൾ മകളുണ്ടത് മുണ്ടടി ഇല്ല, എനിക്കിഷ്ടമല്ല, അടിയല്ലേ ഉണ്ടാകത്തില്ല. മർത്തോമക്ക യാക്കോബക്ക ബ്രദറുകാരും പെന്തിക്കോസുകാരനോട് കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ? എനിക്കറിയാവുന്ന വലിയ ആള്, പേര് പറയാമെങ്കിൽ എല്ലാ ബ്രദറുകാർക്കും എല്ലാ പെന്തിക്കോസുകാർക്കും അറിയാം. ഭാര്യ അന്യഭാഷ പറഞ്ഞപ്പോൾ ഭർത്താവ് വലിയ ആള്, ടോപ്പ് ലെവൽ, ചേരിപ്പൂരി അടിച്ചു ഭാര്യ ഭൂതമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഏതാ? എനിക്ക് ബ്രദറുകാരെ ബഹുമാനമുണ്ട്. രക്ഷിക്കപ്പെട്ട മർത്തോമക്കാരോട് എനിക്ക് സ്നേഹമുണ്ട്. രക്ഷിക്കപ്പെട്ട യാക്കോബക്കാരോട് എനിക്ക് സ്നേഹമുണ്ട്. രക്ഷിക്കപ്പെട്ട കത്തോലിക്കരോട് എനിക്ക് സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ മക്കൾ സന്തോഷത്തോടെ ആയിരിക്കണമെങ്കിൽ അവരുടെ വിശ്വാസമുള്ള ഒരു പെങ്കൊച്ചുകളെ കഴിക്കാം. വിശദീകരിക്കാം. യാക്കോബായിലെ ഒരു അപ്പച്ചന്റെ മോള് ബ്രദറുകാരിയായി. ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം? നല്ല ഞങ്ങൾ യാക്കോബക്കാരൻ. എന്തിനാ കൊച്ചിന്റെ ജീവിതം കളയുന്നത്? രാത്രി 11:30 ഒരു പെങ്കൊച്ച് എനിക്ക് ഫോൺ ചെയ്യുന്നു. ഞാൻ എങ്ങനെ ഫോൺ എടുത്തെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ രാത്രി ഫോൺ എടുക്കാറില്ല. എങ്ങനെയോ എടുത്തു, ദൈവം എടുപ്പിച്ചാണ്. ഒരു കൊച്ചു പറയുക, എന്നെ ഇവിടെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുക, എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കേട്ടോ, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഹോട്ടലിലെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുക. നാളെ എൻ്റെ കല്യാണമാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനെ കെട്ടണമെന്ന് പറയുന്നു. ഞാൻ എന്തോ വേണം? ഞാൻ പറഞ്ഞു, കുഞ്ഞെ നീ എന്തോ വേണേലും ചെയ്തു, പക്ഷേ ഈ രാത്രി ഇറങ്ങി ഓടരുത്. നിന്നെ വല്ലവരും പിടിച്ചോണ്ട് പോകാൻ പൊന്നു മോളെ, നീ പകൽ വേണമെങ്കിൽ ഓടിപ്പിക്കോ. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളുടെ മകൾ സന്തോഷമായിരിക്കണമെങ്കിൽ, നിങ്ങളുടെ മകൻ സന്തോഷമായിരിക്കണമെങ്കിൽ അവരുടെ വിശ്വാസമുള്ള ഒരാളിനെ കൊണ്ട് കെട്ടിക്കണം. പള്ളിക്കാർ ദേഷ്യപ്പെട്ട എന്താ പറയും? പള്ളിക്കാർ ദേഷ്യപ്പെട്ട അവള് പ്രായപൂർത്തിയായില്ലയോ, അവൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ കെട്ടിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം? ധൈര്യത്തോടെ നിൽക്കണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഏത് പ്രോത്സാഹിപ്പിക്കുന്നേ? നിങ്ങൾക്ക് മക്കൾക്ക് സമാധാനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കിഷ്ടമില്ലാത്ത അവരുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരാളിന്റെ കഴുത്തെ കൊണ്ട് കെട്ടിത്തൂക്കരുത്. മനസ്സിലായെന്ന് വിചാരിക്കും. വളരെ കാര്യമായിട്ട് പറയുകയാണ്. അത് തരാതിരിക്കുകയാണോ? അയ്യോ, നീണ്ടതാണല്ലോ. പ്രാർത്ഥനാ വിഷയങ്ങളാണ് കേട്ടോ. ഹാലേലൂയ, ഹാലേലൂയ. ചോയ്സ്. എൻ്റെ മക്കൾ ബിൻഡ അയർലൻഡിൽ നിന്ന് പോകുവാൻ എക്സാം എഴുതുന്ന പ്രിപ്പറേഷനാണ്. പാസ്സാകാൻ പ്രാർത്ഥിക്കാം. ഹെലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. സിബി ബ്രദർ അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഡ്യൂ ടു ബ്രെയിൻ സർജറി, നോ റെസ്പോൺസ്. കർത്താവേ പ്രാർത്ഥിക്കുന്നു. പ്ലീസ് പ്രേ ഫോർ മൈ സൺ. ഹി ഈസ് 4 years. He is very naughty. He used to play during family prayer. So everyone is blaming me. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരി അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ലില്ലി കൈവയ്യന്റെ പുറത്ത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും പ്രാർത്ഥിച്ചാണ്. കർത്താവെ, ബാക്കി ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അനുഗ്രഹം അവർക്കുണ്ടാകട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം അവർക്കുണ്ടാകട്ടെ, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ എഴുതിയിരിക്കുന്ന 4 പേർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ബ്രെയിൻ ഇഞ്ചുറി ആയിരിക്കുന്ന, ബ്രെയിൻ സർജറി കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയെ സൗഖ്യമാക്കണമേ. കർത്താവെ, നാട്ടിയായിട്ടുള്ള കുഞ്ഞിനെ, അവിടെ അമ്മയെ കുറ്റം പറഞ്ഞാൽ എന്ത് പ്രയോജനം, അപ്പനെ കുറ്റം പറഞ്ഞാൽ എന്ത് പ്രയോജനം? യേശുവിന്റെ നാമത്തിൽ ഒത്തിരി അമ്മായിപ്പനും ഒക്കെ അങ്ങനെ പറയുന്നത്. കുഞ്ഞിനെ വളർത്തുന്ന, അവരെ ഏൽപ്പിച്ചാൽ അവർ വളർത്തുമോ? കർത്താവെ, അത് അവരുടെ സ്വഭാവമാണല്ലോ, അവരുടെ DNA ആണല്ലോ കർത്താവെ, അവരുടെ ബ്ലഡിനകത്തുള്ളതാണല്ലോ കർത്താവെ, അവരുടെ എനർജറ്റിക് ആണല്ലോ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരെ എല്ലാവരെയും ആശ്വസിക്കണമേ. കർത്താവ്, ടെസ്റ്റ് എഴുതുന്ന കുഞ്ഞിനെ പാസ്സാകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ 2 പേരും പാസ്സാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. PR കിട്ടട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അടുത്ത ആഴ്ച തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. God bless you.